ഹലോ വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ PG ഏതൊക്കെ കോഴ്സുകളുണ്ട്, നോൺ സെമസ്റ്റർ പാറ്റേൺ ആണ്. അപ്പോൾ PG ഏതിലൊക്കെ പഠിക്കാൻ പറ്റും, ഇതിനെക്കുറിച്ചൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് PG ഏത് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒന്ന് എടുക്കണം അങ്ങനെ താല്പര്യമുള്ള കുട്ടികളുണ്ട്. കറക്റ്റ് ഗൈഡൻസ് കിട്ടാതെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻസിനോ കാര്യങ്ങൾക്കോ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള വാല്യൂ ഉള്ള അപ്രൂവൽസ് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റീനെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീൻ്റെ PG പ്രോഗ്രാംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ഫസ്റ്റ് കോഴ്സ് MA എക്കണോമിക്സ് ആണ്. ഒബ്വിയസ്ലി BA എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾ ഒട്ടുമിക്ക ആളുകളും MA പഠിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ അവിടെയാണെങ്കിലും ഇപ്പോൾ BA കഴിഞ്ഞ കുട്ടികൾ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണെങ്കിലും MA എക്കണോമിക്സ് പഠിക്കാൻ വരാറുണ്ട്, എസ്പെഷ്യലി ടീച്ചിങ് ഫീൽഡിലൊക്കെ ഉള്ളവർ കേട്ടോ. അപ്പോൾ ടോട്ടൽ നോക്കി നോക്കൂ, 5 സബ്ജക്റ്റാണ് ഒരു വർഷം വരുന്നത്. അങ്ങനെ ടോട്ടൽ 10 സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു വർഷം നമ്മളൊരു 5 ദിവസം എക്സാം എഴുതാൻ തമിഴ്നാട് പോകണം. കുറച്ച് വാല്യുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാൻ തമിഴ്നാട് പോയി പരീക്ഷ എഴുതിയാലും കുഴപ്പമില്ലല്ലോ അല്ലേ. ഈ പറഞ്ഞ പോലെ തന്നെ ടെറിട്ടറി ഇഷ്യൂസ് ഇല്ലാതെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തമിഴ്നാട് പോയി എക്സാം എഴുതണം എന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ MA എക്കണോമിക്സ് വരുന്നുണ്ട്. ഇതിലത്തെ സബ്ജക്ട്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്, അതായത് ഇപ്പോൾ ഞാൻ എല്ലാം പറയുന്നില്ല, കാരണം പല സ്ട്രീമുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ സബ്ജക്ട്സ് ഒന്നും എടുത്ത് പറയുന്നില്ല. ഡീറ്റെയിൽ വീഡിയോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമ്മളെ നമ്പർ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തത് MA ഇംഗ്ലീഷാണ് കേട്ടോ. MA ഇംഗ്ലീഷിലും ഇതുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. 10 സബ്ജക്റ്റാണ് വരുന്നത്. പിന്നെ MA തമിഴ്, അത് നമുക്ക് തമിഴ് അറിയാവുന്നവർക്ക് വേണമെങ്കിൽ പഠിക്കാം. മലയാളികൾ പൊതുവേ ആ ഒരു സബ്ജക്റ്റിനോട് വലിയ താല്പര്യം കാണിക്കാറില്ല, അറിയാത്തതുകൊണ്ടാവാം. അടുത്തത് MA ഹിസ്റ്ററി വരുന്നുണ്ട്. നമ്മൾ ഭാരതിയാറിൻ്റെയൊക്കെ സബ്ജക്ട്സൊക്കെ പോലെ തന്നെയാണ് കാണുന്നത് കേട്ടോ. പിന്നെ വരുന്നത് MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MA പൊളിറ്റിക്കൽ സയൻസ്. കാരണം ഈ കോഴ്സുകളൊന്നും നമ്മൾ എവിടെയും അധികം കണ്ടിട്ട് ഉണ്ടാവില്ല, നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ പോലും. സോ ഇതൊക്കെ ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ MSc മാത്സ് വരുന്നുണ്ട്, MSc കെമിസ്ട്രി, ഫിസിക്സ്. ഇതിനൊക്കെ ഈ കെമിസ്ട്രിക്ക് ഫിസിക്സിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ വരും കേട്ടോ. പിന്നെ MSc ബോട്ടണി വരുന്നുണ്ട്. ഈ ബോട്ടണി സുവോളജി ഒക്കെ കിട്ടാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സാണ് നമുക്ക്. അതായത് പ്രൊമോഷൻസിന് ഈ കോഴ്സ് വേണ്ടവർ ഒരുപാട് പേരുണ്ട്, പക്ഷേ ഇതിൻ്റെ കോഴ്സിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. പിന്നെ MSc CS കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്, MSc IT വരുന്നുണ്ട്, MSc ജോഗ്രഫിയും എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കോഴ്സാണ്. പിന്നെ MCOM വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ MCOMൻ്റെ നമ്മൾ മുൻപൊരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം സ്പെഷ്യലൈസേഷൻ വരുന്ന കാരണം കൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ MCOM FM ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, പിന്നെ ബാങ്ക് മാനേജ്മെൻറ്റും വരുന്നുണ്ട്. പിന്നെ MA HR വരുന്നുണ്ട്, MBA HR അല്ല MA HR. പിന്നെ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ BLIACൻ്റെ PG പ്രോഗ്രാം. അപ്പോൾ ടോട്ടൽ ഇത്ര പ്രോഗ്രാംസാണ് കേട്ടോ വരുന്നത് PGയിൽ. പിന്നെ നമുക്ക് MBA വേറെയാണ് കേട്ടോ. MBAയുടെ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഏതെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ വീഡിയോ തൊട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഒക്കെ ആയിരിക്കും. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഓടിപ്പോയി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് സബ്ജക്റ്റുകളെ കുറിച്ചൊരു അവലോകനം തന്നത്. അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് അഡ്മിഷൻ എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അഡ്മിഷൻ്റെ ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.